നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. ഞാൻ ഒരെണ്ണം പോലും പഠിച്ചിട്ടില്ല. എന്താടാ? പറയാ സാറേ. തുപ്പാക്കി തുപ്പാക്കി കത്തി ഭൈരവ. തെറി, സർക്കാർ, ബിഗില്, വിജയുടെ പടത്തിന്റെ പേരെല്ലാം പറഞ്ഞു. അല്ല, നിന്നോട് കവിത പഠിച്ചിട്ട് വരാൻ പറഞ്ഞ നീ കണ്ട പടത്തിന്റെ പേരൊക്കെ വിളിച്ചു പറഞ്ഞ എങ്ങനെയാ? ഞാൻ പറഞ്ഞത് പഠിച്ചിട്ട് വരാത്തെന്താ? ചെവി പിടിച്ച് നുള്ളിയ വേദനിക്കും. പടത്തിന്റെ പേര് പറയുന്നു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും 2 പദ്യം പോലും നിനക്ക് കാണാപ്പാടം ചെല്ലാൻ പറ്റുന്നില്ല. സിനിമയുടെ പേരൊക്കെ നല്ല ഓർമ്മയാ നിനക്ക്. പറഞ്ഞത് കേട്ടില്ലേ? ഇതിനേക്കാൾ വലിയ നാണക്കേട് വേറെ വല്ലതുണ്ടോ? നിന്റെ അധ്യാപകനാണെന്ന് പറയാൻ എനിക്കിപ്പോ നാണക്കേട്. നാളെ 50 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയിട്ട് എന്നെ കൊണ്ടുവന്ന് കാണിക്കും. എന്നിട്ട് എന്നെ ചൊല്ലി കേൾപ്പിക്കാൻ. അങ്ങനെ നീ ചെയ്തിട്ടില്ലെങ്കിൽ നിന്റെ 2 ചെവിയും നുള്ളി ഞാൻ പറിച്ചെടുക്കും. ഓ, പോയിരിക്കും. അയ്യോ അയ്യോ, അയ്യോ പറ്റുന്നില്ലല്ലോ. ഇത് താഴെ കടന്ന് കിട്ടിയതാ, എന്താന്നറിയില്ല. ആ തൈലത്തിന്റെ കുപ്പി എങ്ങനെയാടാ പെണ്ണിന്റെ കയ്യിൽ കിട്ടിയത്? നീ അവള് ചോക്ലേറ്റ് തന്നപ്പോ വേണ്ടാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ അവള് തൈലത്തിന്റെ കുപ്പി എടുത്തോണ്ട് പോയി സാറിന്റെ കയ്യിൽ കൊടുത്തത്. ആ സാറിപ്പ അവളെ പുകഴ്ത്താൻ പോവാ. ആ തൈലത്തിന്റെ ബോട്ടിൽ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരുടെയും മുമ്പിലെങ്കിൽ ഷെയിം പപ്പീഷയും ആവില്ലായിരുന്നുടാ. എന്നെ കാണിച്ചു കൊടുത്തു നിനക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി ഇത്രയധികം വളരാനുള്ള പ്രധാന കാരണം ദേവയാനി അമ്മയാണ്. അതോടൊപ്പം നിങ്ങളുടെ കഠിനാധ്വാനവും ഒരു പ്രധാന ഘടകമാണ്. അത് കഴിഞ്ഞ് ഈ ജനറേഷനിൽ ഇപ്പോ ഈ കമ്പനി ഞാനാണ് നോക്കുന്നത്. കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് കമ്പനി ബോണസ് തന്നാലും അതിനും അപ്പുറം എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറയാം, ഞാനത് നടത്തിത്തരാം. നിങ്ങളുടെ അധ്വാനവും സപ്പോർട്ടും എനിക്ക് എപ്പോഴും വേണം. നിങ്ങളുടെ ആവശ്യം എന്തായാലും അതെനിക്ക് വേണ്ട രീതിയിൽ സാധിച്ചു തരാൻ പറ്റും. എന്നാൽ ആരും നമ്മുടെ കമ്പനിക്കെതിരെ ദ്രോഹം ചെയ്യാൻ ശ്രമിക്കരുത്. എനിക്കത് സഹിക്കാനും പറ്റില്ല, അവരോട് ക്ഷമിക്കാനും പറ്റില്ല. എന്താ മാമാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ് മോനെ. ദ്രോഹിച്ചാർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? എന്നാ നമ്മുടെ കമ്പനിയിൽ മാത്രം അങ്ങനെ ഒരാൾ പോലും ഇല്ല. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഈ കമ്പനിയെ സ്വന്തം കുടുംബം പോലെ കാണുന്നു. അതുകൊണ്ട് നമ്മുടെ കമ്പനിയിലെ ആരും മോന് ഒരു ദ്രോഹം ചെയ്യില്ല. അല്ല, എന്താ എല്ലാവരും മിണ്ടായിരിക്കുന്നത്? ഞാൻ പറയുന്നത് സത്യമല്ലേ? സത്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ബോസിനോട് ചോദിച്ചാൽ മതി, എല്ലാം പുള്ളി നോക്കിക്കോളും. ഞങ്ങൾക്കൊരു കുറവുമില്ല ഇവിടെ. നിങ്ങളുടെ പുണ്യത്തിൽ എല്ലാം നന്നായി പോകുന്നുണ്ട്. ഇതൊന്നും എന്റെ പുണ്യം കൊണ്ടല്ല, നിങ്ങളുടെയൊക്കെ അധ്വാനമാണ് ഈ കമ്പനിയെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചത്. പിന്നെ നമ്മുടെ കമ്പനിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഐഡിയ ഞാൻ ഇട്ടിട്ടുണ്ട്. 1 മിനിറ്റ്, ഞാൻ കാണിച്ചു തരാം. ഇതൊരു പുതിയ നമ്പറാണല്ലോ. ഒരു അർജന്റ് കോൾ ചെയ്താ അച്ഛനടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. നമ്മുടെ കമ്പനിയുടെ ഡെവലപ്മെന്റിന് എന്റെ അടുത്തൊരു സൂപ്പർ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താന്ന് വെച്ചാല് ആരാ ഇത് കട്ട് ചെയ്താലും മാനേഴ്സ് ഇല്ലാതെ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? എക്സ്ക്യൂസ് മീ, ഹലോ. ഒരു പ്രാവശ്യം കട്ട് ചെയ്താ മാനേഴ്സ് ഇല്ലാതെ വീണ്ടും എന്തിനാ വിളിക്കുന്നത്? ഒരു കോള് വിളിച്ച
അച്ഛാ അത് എടുക്കണമെന്നുള്ളൊരു മാനേഴ്സ് ഇല്ല നിങ്ങക്ക്. വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് അതിനെ വിളിപ്പിക്കുന്നത്. കവിന്റെ ശബ്ദമാണല്ലോ കേട്ടത്. ഞാൻ തന്നെയാണ് അച്ഛാ. കവിൻ, എന്താടാ പുതിയ നമ്പറാണല്ലോ ഇത്? എന്താ ഇത്? ആരുടെ നമ്പറാ? ഞാൻ സ്കൂളിലാണുള്ളത്. ഇത് സെക്യൂരിറ്റി അങ്കിളിന്റെ ഫോണാ. അച്ഛൻ വേഗം പുറപ്പെട്ട് സ്കൂളിലേക്ക് വാ. എന്താടാ, എന്ത് പറ്റി? അച്ഛൻ ഇവിടെ ഒരു മീറ്റിംഗിലാടാ. എന്നെക്കാട്ടിന് മീറ്റിംഗ് ആണോ പ്രധാനം? ഞാൻ വളരെ അപ്സെറ്റ് ആയിട്ട് ഇരിക്കുക ഇവിടെ. അച്ഛൻ വേഗം പുറപ്പെട്ട് ഇവിടെ എത്തണം. എന്താടാ നീ എന്താ അപ്സെറ്റ് ആയിട്ട് സംസാരിക്കുന്നത്? അത് ഫോണിൽ കൂടി പറയാൻ പറ്റില്ല അച്ഛാ, നേരിട്ട് പറയാം. വേഗം വാ ഉടനെ. ആ ശരി ശരി, ഓക്കെ. നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ വന്നേക്കാം. ഇതാ അങ്കിൾ. അല്ല മോനെ, നീ എന്താ ഇത്ര അപ്സെറ്റ് ആയിരിക്കുന്നേ? എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. സോറി, ഇന്നത്തെ മീറ്റിംഗ് നിർത്തുക. നമുക്ക് നാളെ സംസാരിക്കാം. സാർ, കമ്പനി ഡെവലപ്പ് ചെയ്യുന്നതിന് എന്തോ ഐഡിയ ഉണ്ടെന്ന് സാർ പറഞ്ഞില്ലായിരുന്നോ? കമ്പനിയുടെ ഡെവലപ്മെന്റിനേക്കാളും എനിക്ക് എന്റെ മോനാ പ്രധാനം. ഇന്നത്തെ മീറ്റിംഗ് ഓവർ, നാളെ കാണാം. അല്ല ഒരു മിനിറ്റ്. അതെന്താ, എന്ത് പറ്റി വിക്രം? കവിനെ വിളിച്ചത് മാമ, എനിക്ക് അങ്ങോട്ട് ചെല്ലണം. ഈ ഫയലിലൊന്ന് സൈൻ ചെയ്തിട്ട് പോകും. അതിനുള്ള സമയമില്ല മാമ, നാളെ ചെയ്താൽ പോരെ? ബാങ്കിലേക്ക് അയക്കേണ്ട ഫയലാ മോനെ. ബാങ്കിൽ നിന്ന് ഫണ്ട് റിലീസായാലേ അടുത്ത കോൺട്രാക്ട് നമുക്ക് കിട്ടും. നീ ഒന്ന് സൈൻ ചെയ്തേ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി. ദാ. അത്രയല്ലേ ഞാൻ ഉള്ളൂ. നോക്കിക്കോളാം. ബൈ. ആ ശരി സാർ. എന്താ സാർ ഇത്? സാറിന്റെ മോന്റെ ഫോൺ വന്നതും മീറ്റിംഗ് തന്നെ ക്യാൻസൽ ചെയ്ത് പോയല്ലോ. അവൻ മോന് വേണ്ടി എന്ത് വലിയ പ്രശ്നമായാലും ഇട്ടെറിഞ്ഞിട്ട് പോകുന്നറിയില്ലേ? അവൻ അങ്ങനെ ചെയ്യുന്നത് നമുക്കും നല്ലതാ. കണ്ടില്ലേ, അവന്റെ മോൻ ഫോൺ ചെയ്ത ഉടനെ കാണിച്ച സ്ഥലത്ത് ഒപ്പിട്ടിട്ടല്ലേ പോയത്. അത് ശരി. ഇതിൽ നിന്ന് നല്ലൊരു കമ്മീഷൻ നമുക്ക് കിട്ടാനുള്ളതാ. ഓക്കെ സാർ. മീറ്റിംഗ് ഒക്കെ നാളെ നോക്കാം. നീ പൊക്കോ. ഓക്കെ സാർ, താങ്ക് യു സാർ. ആ പറഞ്ഞോ. നീ 8 പവന്റെ ഒരു നെക്ലേസ് വേണമെന്ന് പറഞ്ഞില്ലേ? ആ അതെ. വിക്രം വിളിച്ചു കൂട്ടിയ മീറ്റിംഗ് ക്യാൻസലായി. നീ റെഡി ആയിട്ട് നിന്നോ, നമുക്ക് ജൂവലറിലേക്ക് പോവാം. അല്ല, അതിന്റെ കാശ്? വിക്രം അവന്റെ മോനോടുള്ള സ്നേഹത്തിന്റെ പേരില് കമ്പനിയും അതിന്റെ നടത്തിപ്പും പരിപൂർണ വിശ്വാസത്തിൽ എന്നെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുക. അതിൽ ഞാൻ നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റില് എനിക്ക് കിട്ടുന്ന കാശാണിത്. അല്ല, നിങ്ങളുടെ ചേച്ചി ദേവയാനിക്ക് ബീച്ചിന്റെ അടുത്ത് പാലസ് പോലൊരു വീടില്ലേ? അതുപോലൊരു വീട് എനിക്ക് എപ്പോഴാ നിങ്ങൾ ഉണ്ടാക്കി തരിക? നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നേ? ചേച്ചിയുടെ വീട് പോലെയല്ല, ആ വീട് തന്നെ വാങ്ങിച്ചു തരാം. കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യ്, എല്ലാ കാര്യവും നടക്കും. ശരി, ഞാൻ റെഡി ആയിക്കോളാം. നിങ്ങൾ വേഗം വാ. ശരിടാ കുട്ട. അയ്യോ, എന്റെ ചേട്ടൻ.